ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് ഏതൊക്കെ ദിവസം ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. എന്നാലും പറ്റുന്ന ദിവസമൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. കാരണം നാളെ എന്തുണ്ടാക്കുമെന്ന് മിക്കപ്പോഴും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും. സോ ഈ വീഡിയോ കണ്ടിട്ട് സെയിം മീൽസ് ഫോളോ ചെയ്യാൻ തോന്നുന്നവർക്ക് ഫോളോ ചെയ്യാമല്ലോ. ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പ്രോട്ടീൻ കുറവുള്ളൊരു പൾസാണ് ഗ്രീൻ പീസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കൂടെ എഗ് വൈറ്റ്സ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇടയ്ക്ക് വെള്ളവും സ്നാക്സും ഒന്നും എടുക്കാൻ മറക്കണ്ട. ഇങ്ങനെ മീൽ പ്രപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലഞ്ചിന് എന്തുണ്ടാക്കും, ഡിന്നറിന് എന്തുണ്ടാക്കും എന്നുള്ള അധികം കൺഫ്യൂഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും ഈ ഒരു റുട്ടീനിൽ. ഇന്നത്തെ വൈകിട്ടത്തെ സ്നാക്സ് 2 ടേബിൾ സ്പൂൺ ഡ്രൈഡ് ഫ്രൂട്ട്സ് ആൻഡ് ചായ ആയിരുന്നേ. അതാണ് അതിൻ്റെ ഒരു കണക്ക്. എന്നിട്ട് ഇന്നത്തെ അംഗത്തിന് പോകാനായിട്ട് റെഡിയായി. വർക്കൗട്ട് വളരെ അത്യന്താപേക്ഷിതമായ ഘടകമാണ്. എന്തൊക്കെ മലയാളമാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു ഓട്സ് ബനാന സ്മൂതി ആയിരുന്നു ഡിന്നറിന്. ഇതിൻ്റെ കണക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നാളത്തെ മീൽ പ്ലാനും കൂടെ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് കിടന്നുറങ്ങാം. ബൈ.